നാടൻ പലഹാരം ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് ഓട്ടട. ഗോതമ്പ് പൊടി വെച്ചാണ് ഞാൻ ഇന്നത് ഉണ്ടാക്കുന്നത്. അപ്പം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. എൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ട് കൊടുത്തു. ഇനിയും വെള്ളം ഒഴിച്ച് നമുക്ക് കുറേശ്ശെ കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടെ ലൂസായിട്ട് വേണം ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് വെക്കാനായിട്ട് തേങ്ങയും ശർക്കരയും കൂടാണ് എടുക്കുന്നത്. തേങ്ങയും പഞ്ചസാരയും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ ശർക്കരയും തേങ്ങയ്ക്കകത്തോട്ട് വേണമെങ്കിൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. മധുരം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ തേങ്ങ മാത്രം വെച്ച് കൊടുക്കാം. അപ്പം ഇല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വാഴയിലയാണ്. ഇനി അതിൻ്റെ അകത്തോട്ട് നമുക്ക് മാവ് വെച്ച് കൊടുക്കാം. അപ്പം ഇടയ്ക്ക് കൈ ഒന്ന് നനച്ച് കൊടുത്തിട്ട് പരത്തിയെടുക്കണം. എത്ര കനം കുറച്ച് പരത്താമോ അത്രയും കനം കുറച്ച് പരത്തിയെടുക്കണം. പണ്ടൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. അന്നൊന്നും അതൊന്നും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ അതൊക്കെ കഴിക്കാൻ കൊതി തോന്നും. പക്ഷേ സ്വന്തമായിട്ടുണ്ടാക്കി കഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് തോന്നാറില്ല. അപ്പം തേങ്ങയും ശർക്കരയും കൂടെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇല മടക്കി എടുക്കാം. ഇനി കട്ടിയുള്ള എന്തെങ്കിലും ഒരു ചൂട് കട്ടിയുള്ള എന്തെങ്കിലും ഒരു ചീനിച്ചട്ടി എന്തെങ്കിലും നമുക്ക് അടുപ്പത്ത് വെക്കാം. എണ്ണയൊന്നും തൂക്കി കൊടുക്കേണ്ട. അത് നമുക്ക് രണ്ട് സൈഡ് നല്ലതായിട്ട് പൊള്ളിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ വെളിവശം നല്ല ക്രിസ്പിനെസ്സും അകം നല്ല സോഫ്റ്റും ആയിരിക്കും.